എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ കന്നി യാത്ര ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുന്ന വേദിയിൽ തത്സമയ ചടങ്ങുകൾ നടക്കും. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് ഇന്ന് തുടക്കമാകുമ്പോൾ ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം നാട്ടിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണിലൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷേ വന്ദേ ഭാരത് കൂടി വന്നതോടുകൂടി ഏറെ ആശ്വാസകരമാവുകയാണ്. സ്നേഹമോൾ നയനാൻ ചേരുന്നുണ്ട്. സ്നേഹ, ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സാക്ഷാത്കരിക്കുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. എങ്ങനെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? മലയാളികളുടെ അതായത് ഈ വന്ദേ ഭാരത് ആദ്യ വന്ദേ ഭാരത് കേരളത്തിന് സമർപ്പിച്ചപ്പോൾ മുതൽ മലയാളികളുടെ ഒരു സ്വപ്നമായിരുന്നു, ഒരു ആവശ്യമായിരുന്നു എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഒരു വന്ദേ ഭാരത് ട്രെയിൻ വേണമെന്ന് ഒരു ആവശ്യം. കേരളത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് ബംഗളൂരുവിൽ പഠിക്കുന്നത്. നിരവധി പ്രൊഫഷണലിസ്റ്റുകളാണ് ബാംഗ്ലൂരിലുള്ളത്. നിരവധി ബംഗളൂരു മലയാളികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരുടെയും. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. രാവിലെ 7:15 കൂടി തന്നെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ്. 7:15 തന്നെ രാവിലെ ചടങ്ങുകൾ ആരംഭിക്കും. ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സാക്ഷാത്കരിക്കുന്നത്. കന്നി യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ബംഗളൂരുവിലെ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമുള്ള കാര്യമാണ് നാട്ടിലേക്ക് എത്തിപ്പെടുന്നത്. ഇങ്ങനെയെന്നുള്ള പ്രയാസം ഏറെ അനുഭവിച്ച സമയത്ത് വന്ദേ ഭാരത് കൂടിയെത്തുന്നതോടുകൂടി അവരുടെ യാത്ര കൂടുതൽ സുഗമമാകുകയാണ്. സ്നേഹമോൾ നയനാൻ തത്സമയം തുടരുന്നുണ്ട്. സ്നേഹ, പറഞ്ഞോളൂ. എട്ട് മണിക്കൂർ 40 മിനിറ്റാണ് ഇനി ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കും തിരിച്ചങ്ങോട്ടേക്കും ഉള്ള യാത്ര എന്ന് പറയുന്നത്. 2 മണിക്കൂർ അധികം സമയമാണ് കുറഞ്ഞ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഈ മലയാളികളുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നം ഉടൻ തന്നെ സാക്ഷാത്കൃതമാവുകയാണ്. ട്രയൽ റണ്ണൊക്കെ നടത്തി, കഴിഞ്ഞ ദിവസമായിരുന്നു ട്രയൽ റണ്ണൊക്കെ നടത്തി ബംഗളൂരുവിലേക്ക് യാത്ര നടത്താൻ, കന്നി യാത്ര നടത്താനൊക്കെ വന്ദേ ഭാരത് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മറ്റ് മന്ത്രിമാർ, MLA-മാർ, MP-മാർ അങ്ങനെ എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരും. വാരണാസിയിലാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടത്തുന്നത്. ഓൺലൈനായിരിക്കും, വെർച്വലായിരിക്കും ഇവിടെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടത്തുന്നത്. മറ്റ് 3 സ്ഥലത്തും കൂടി വന്ദേ ഭാരത്, അതായത് എറണാകുളം ബംഗളൂരു റൂട്ടിലല്ലാതെ ഇന്ത്യയിലെ മറ്റ് 3 റൂട്ടിലും ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കുന്നുണ്ട് എന്നതാണ്. മറ്റൊരു സവിശേഷത എന്നത് 2 വന്ദേ ഭാരതാണ് നിലവിൽ. ഇതുകൂടാതെ കേരളത്തിലുള്ളത് അത് തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാണ് ഈ വന്ദേ ഭാരത് ഓടുന്നത്. പാലക്കാട് വഴി കേരളത്തിൽ നിന്ന് ആദ്യത്തെ വന്ദേ ഭാരതാണിത്. 2 സ്റ്റോപ്പുകളാണ് കേരളത്തിലുള്ളത്. ഈ എറണാകുളം ജംഗ്ഷൻ കൂടാതെ തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട് എന്നിങ്ങനെ 2 റൂട്ടുകളാണ് ഉള്ളത്. ഇതിനൊരു സമയക്രമം എന്ന് പറയുന്നത് ബംഗളൂരുവിൽ നിന്ന് 5:10 രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 5:50 എറണാകുളം ജംഗ്ഷനിലെത്തും. KR പുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, അതിനുശേഷം 8ാമത്തെ സ്റ്റോപ്പാണ് എറണാകുളം ജംഗ്ഷൻ. ഇനി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ബംഗളൂരുവിൽ എത്തുമെന്നാണ്. 2 മണിക്കൂർ അധികം സമയമാണ് കുറഞ്ഞ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇനി മലയാളികൾക്ക് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് യാത്രാ സൗകര്യം എളുപ്പത്തിലും വേഗത്തിലുമാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ആളുകൾ, അതായത് ഗവർണർ, കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഈ ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ട്രയൽ റണ്ണൊക്കെ നടത്തിയിരുന്ന. 630 കിലോമീറ്ററാണ് ഇവിടുന്ന് ബംഗളൂരുവിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. അപ്പം ഈ ട്രെയിനിൻ്റെ നാളെ മുതൽ ഈ സർവീസ് ആരംഭിക്കുകയാണ്. ഇന്ന് ഫ്ലാഗ് ഓഫെങ്കിൽ നാളെ മുതൽ സർവീസ് ആരംഭിക്കുകയാണ്. ഈ ആഴ്ചയിൽ 7 ദിവസമെങ്കിൽ ഒരു ദിവസമാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്താതിരിക്കുക. അത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച മാത്രം വന്ദേ ഭാരത് സർവീസ് നടത്തുന്നതല്ല. അതിനുശേഷമുള്ള എല്ലാ ദിവസവും 6 ദിവസവും വന്ദേ ഭാരതിൻ്റെ സർവീസ് ഉണ്ടായിരിക്കുന്ന 8 കോച്ചുകളാണ് വന്ദേ ഭാരത് ട്രെയിനിൽ ഉള്ളത്. എന്തായാലും ഫ്ലാഗ് ഓഫ് ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കത്തിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. 5:30 തന്നെ എറണാകുളം ജംഗ്ഷൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ വന്ദേ ഭാരത് എത്തി നിൽക്കുകയാണ്. ഹിമ.
ശരി സ്നേഹ, കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരതിന്റെ കന്നിയോട്ടം എന്നാണ്. എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഒരു വന്ദേ ഭാരത് വേണമെന്നുള്ളത് ഏറെ നാളായി ബംഗളൂരു മലയാളികളുടെ ഒരു ആവശ്യവും സ്വപ്നവുമായിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. സ്നേഹമോൾ നയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.